അയ്യോ, എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഈ വീക്കെൻഡ് എപ്പിസോഡ്. ലാലേട്ടൻ തീയും വന്നില്ല, പുകയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം എന്നാ ഒരു ഫയറായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷേ ഈ ആഴ്ച കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. എല്ലാവരും ഒന്നും നല്ലപോലെ ശാസിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അനുമോൾ എന്തായാലും പറയുന്നതെന്ന് ലാലേട്ടനെ കേൾക്കാൻ കൂടി വയ്യ. ജിസൈലിൻ്റെ ചങ്ക് പൊട്ടാതിരിക്കാൻ വേണ്ടി കൂളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? ഈ കള്ളവും കരച്ചിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുമോൾ കരയുന്നുണ്ട്, എന്നാലും പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അനീഷിൻ്റെ റിപ്പീറ്റ് അടിയൊക്കെ എന്തായാലും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അനീഷ് മാറുമോ നമുക്ക് നോക്കാം. മിഡ് വീക്ക് എവിക്ഷൻ എന്തിനാണോ വെച്ചതെന്ന് പോലും അറിയത്തില്ല. അതിലാരെങ്കിലുമൊക്കെ ഇപ്രാവശ്യം ഔട്ടായേനെ. എന്തായാലും ബിൻസിയുടെ പുറത്ത് പോക്കലൊരു അൺഫെയർ ആണെന്ന് തന്നെ പറയാം. കാരണം ഒനിയലിനെയും സരികനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിൻസി കുറേയൊക്കെ കൂടെ ആക്റ്റീവ് ആയിരുന്നു. എന്തുവാണോ എന്തോ. മിഡ് വീക്ക് എവിക്ഷൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ അനുമോളെ ലാലേട്ടൻ കൂടുതൽ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി അനുമോളുടെ കരച്ചിൽ നമുക്ക് കാണേണ്ടി വരും. പക്ഷെ അനുമോളുടെ കളി കൊള്ളാമെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ അവിടെ എല്ലാവരും ഒന്ന് ട്രാക്കൊക്കെ മാറ്റിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇനിയും ഉള്ള കരച്ചിലും കളികളും കള്ളത്തരമൊക്കെ നമ്മൾ കാണണം. കളികൾ തുടരട്ടെ. താങ്ക് യു ഗൈസ്.